അവൻ നാട് വിട്ട് പോയിട്ട് പിന്നെ പണക്കാരനായിട്ട് വരത്തില്ലേ. അവനെ പോലെ ഞാൻ പോയിട്ട് വലുതാകുമ്പോ പണക്കാരനായിട്ട് വന്നിട്ട് വാപ്പിയുടെ കടമെല്ലാം വിട്ടു. ഞാൻ കാരണമാണ് വാപ്പിക്ക് കടം വന്നേന്നും ഇതിലായിരിക്കുന്ന എൻ്റെ അനിയൻ ഒരു സുപ്രഭാതത്തിലൊന്ന് നാട് വിട്ട് പോയായിരുന്നു കേട്ടോ. ആ കഥയാണ് ഉമ്മ ഷിനാജിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഉമ്മ മുറ്റടിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പിന്നെ ഇതിൽ വലിയ റോളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു വീഡിയോയും എടുത്ത്. പിന്നെ എൻ്റെ ഉമ്മ വരുമ്പോഴത്തേക്കും ഇവിടുത്തെ ഉമ്മാക്ക് അത് ഭയങ്കര ഒരു ഹെൽപ്പാണ് കേട്ടോ. ഇപ്പം എനിക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ ഉമ്മാക്ക് പണികൾ കുറച്ച് കൂടുതലാണ്. പിന്നെ ആൾ പൊതുവേ കുറച്ച് സ്ലോ ആണ് കേട്ടോ. അതുകൊണ്ട് ജോലിയൊക്കെ തീരുമ്പോൾ തന്നെ വൈകുന്നേരമാകും. ആൾ കുളിച്ച് കയറുമ്പോൾ തന്നെ 5 മണിയാവും. ഉമ്മയുടെ പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉമ്മാക്കും ഉണ്ട്. അതുകൊണ്ടാണ് ജോലികളൊക്കെ ഭയങ്കര സ്ലോ ആവുന്നത്. എൻ്റെ ഉമ്മ പിന്നെ എല്ലാം അങ്ങ് ചെയ്തോളും. ഇവിടുത്തെ ഉമ്മാക്കാണെങ്കിലും ഉമ്മാൻ്റെ ജീവിതത്തിൽ റെസ്റ്റ് എന്ന് പറയുന്ന കാര്യം അങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം ഭയങ്കര നടുവേദനയാണ് ആൾക്ക്. തുണിയൊക്കെ കഴുകാൻ നേരം ചില സമയത്ത് എന്തെങ്കിലും ഷാൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടുവിന് വലിച്ചു കെട്ടിയിട്ടൊക്കെ ആയിരിക്കും നിന്ന് തുണി കഴുകുന്നത്. അത് കാണുമ്പോൾ എനിക്ക് നിസ്സഹായ അവസ്ഥയോട് നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ. കാരണം എൻ്റെ ഈ അവസ്ഥയിൽ എനിക്കൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ഉമ്മാനോട് ചോദിച്ചു, വേണമെങ്കിൽ നമുക്ക് ഇവിടെ പണിക്ക് ആരെങ്കിലും നിർത്താം, ഉമ്മാക്ക് അത്രക്ക് വയ്യെങ്കിൽ. കാരണം നമ്മുടെ ശരീരം വയ്യാതെ കിടന്ന് ജോലി ചെയ്തിട്ടൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ഉമ്മ പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ ഒരാളെ നിർത്തിയാലും അവരുടെ പുറകെ ഉമ്മ നടക്കും. കാരണം ഉമ്മാക്ക് ചെയ്യുന്ന കാര്യം ഉമ്മ തന്നെ ചെയ്താലേ കൂടുതലും തൃപ്തിയാകത്തുള്ളൂ. ഭയങ്കര വൃത്തിഹോളിക്കായതുകൊണ്ട്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വേണേൽ വിചാരിക്കും, പിന്നെ ഈ ഒരു കുഞ്ഞ് ഷെഡിലല്ലേ ഇപ്പോൾ ആളെ നിർത്തി ജോലി ചെയ്യിക്കാൻ പോണേന്ന്. ഈ ഷെഡിലാണെങ്കിലും അതിൻ്റേതായ പണികൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മാക്കാണെങ്കിലും ഇവിടെ വന്ന് അങ്ങനെ ഒരുപാട് ദിവസം നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അവിടെ വാപ്പിയും എൻ്റെ ആങ്ങളെയും ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഫുഡ് കൊടുക്കാനും അവരുടേതായ കാര്യങ്ങൾ നോക്കാൻ അവിടെ ഒരാൾ വേണ്ടേ. എന്നാലും പാവം എൻ്റെ ഉമ്മ ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഓടി വരും കേട്ടോ. ഒരാഴ്ചയെങ്കിലും നിന്നിട്ടായിരിക്കും പോകുന്നത്. കൂടുതലും ഞാൻ ഉമ്മാക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ ഉമ്മാനെ വിളിച്ച് വരുത്തുന്നത്. അതൊക്കെ കണ്ടറിഞ്ഞ് എൻ്റെ വാപ്പായും അനിയനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. പിന്നെ പ്രത്യേകിച്ചും കല്യാണം കഴിഞ്ഞ പെമ്മക്കൊക്കെ കൂടുതലും ദൂരത്ത് കെട്ടിച്ചവർക്ക് ഉമ്മാമാരിങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ആശ്വാസം, സന്തോഷമാണ്.